സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെള്ളരിക്ക മോര് കാച്ചിയതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വെള്ളരിക്ക തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. വെള്ളരിക്കയ്ക്ക് പകരം നിങ്ങൾക്ക് കുമ്പളങ്ങ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിനായിട്ട് 2 പച്ചമുളക് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തൈരൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ഉപ്പ് അന്നേരം ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളുടെ ലെവലിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് സ്റ്റൗവിൽ വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാൻ ഒരു അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ 2 ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ അരയ്ക്കുമ്പോൾ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. 5-6 കഷ്ണം ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടി പോകാതെ ശ്രദ്ധിക്കണം. തേങ്ങ അരഞ്ഞ് കിട്ടാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ വെള്ളം കൂടി പോകാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി കഷ്ണങ്ങൾ വെന്തോ എന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്റ്റൗവ് ലോ ഫ്ലെയിമിലായിരിക്കണം. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പിൻ്റെ പച്ചച്ചുവ മാറി കിട്ടുന്നതിനായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയം കൊണ്ട് തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. കറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തവിയുണ്ട് ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമേ തൈര് ചേർത്ത് കൊടുക്കാവൂ. കുറച്ച് പുളിയുള്ള തൈരാണ് മോര് കാച്ചിയതിന് നല്ലത്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തവി കൊണ്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. മോര് കാച്ചിയതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. അതിനായി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേ ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്ന ഉള്ളിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് ഇത് മോര് കാച്ചിയതിലോട്ട് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാതെ അടപ്പ് കൊണ്ട് അടച്ച് 10 മിനിറ്റ് വെച്ചതിന് ശേഷമേ ഇളക്കി കൊടുക്കാവൂ. 10 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി കൊടുത്ത് തവി കൊണ്ട് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെള്ളരിക്ക മോര് കറിയുടെ റെസിപ്പിയാണ് ഇത്. നിങ്ങളും ഇതുപോലാണോ വെള്ളരിക്ക മോര് കാച്ചുന്നത്? ഇല്ലെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.